ചെയ്യുന്നു. ബ്രിട്ടൻ ഇത് അനുഭവിക്കണം. ഇനിയും കാനഡയും ഇറ്റലിയും ഒക്കെ ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ട് കേട്ടോ. കാരണം അവർക്കൊക്കെ കുറച്ച് മനുഷ്യത്വം കൂടുതലായിരുന്നു. ആ മനുഷ്യത്വത്തിൻ്റെ ബാക്കി പത്രം അവരനുഭവിക്കാതെ പോകരുതല്ലോ, അനുഭവിക്കും. അപ്പൊ ബ്രിട്ടൻ ഈ കാക്കാക്കൂട്ടങ്ങളെയൊക്കെ കൈപിടിച്ചു വലിച്ചു കയറ്റിയത് തൻ്റെ നാട്ടിലെ 14കാരിയെ അവരുടെ ദ്വാരം വിശാലമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയി. ഏതു കോടതിയിലും അവർ സമർത്ഥിക്കും, ഞങ്ങളുടെ രാജ്യത്ത് ഇത് അനുവദനീയമാണ്. 1. 2, ഞങ്ങളുടെ മതപ്രകാരം നിങ്ങൾ കാഫിറുകളാണ്. നിങ്ങൾ കൃഷിയിടവും ഞങ്ങൾ കർഷകനുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളെ സമീപിക്കാൻ പടച്ചോൻ ഞങ്ങൾക്ക് ഖുർആനിലൂടെ ആഹ്വാനം തന്നതാ. അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയണ്ട. ഈ 14കാരൻ കോടതിയിൽ നിന്ന് പറയുക, വെള്ളക്കാരികളെ ബലാത്കാരം ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതിയുണ്ട്. ഞങ്ങളുടെ കാമം ശമിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വെള്ളക്കാരികളെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിചാരണ നടന്നുകൊണ്ടിരുന്ന ഷെഫീൽഡ് ക്രൗൺ കോടതിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി പോയി. കാരണം ചില ആളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് പോലും. ഒരു 14കാരൻ കോടതിയുടെ പ്രതിക്കൂട്ടിൽ കയറി നിന്നുകൊണ്ട് വാചാലമായി സംസാരിക്കുന്നു. വല്ലാത്ത ഉദാഹരണം തന്നെല്ലോടാ കർഷക നിനക്ക് എന്ന് ചോദിക്കാൻ അവിടെ ആരും ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. അപ്പോ ഈ ഷെഫീൽഡ് ക്രൗൺ കോടതിയിൽ ശക്തമായ ഒരു വിചാരണ നടന്നു. നിങ്ങൾ ഇതൊന്നും മലയാള മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവരിത് പറയില്ല. അവരത് തുറന്നു പറഞ്ഞാൽ ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്ന കാക്കാമാർ നീയും ചെയ്തല്ലടാ ഞങ്ങൾക്കെതിരെ എന്ന് പറയും. എനിക്ക് പണി കിട്ടും, എനിക്ക് രാത്രി ഒറ്റയ്ക്കൊക്കെ വണ്ടിയിൽ പോകാനുള്ളതാണെന്ന് പേടിയാണ്. സക്കീർ ഹുസൈൻ എന്ന 14കാരൻ വെള്ളക്കാരിയായ 14കാരിയെ പീഡിപ്പിക്കുമ്പോൾ അവന് ഒരു ചാരിതാർത്ഥ്യം ലഭിച്ചു എന്നാണ് അവൻ പറയുന്നത്. അവന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ്, 14കാരൻ എന്താണ് ആ രൂപത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് എന്നൊന്നും ചോദിക്കരുത്. അതിറക്കി വെക്കുക എന്നതിലുപരി അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റിയ ഒരു ചാരിതാർത്ഥ്യം. ഇപ്പോഴവന് പ്രായം 30കളിലുള്ള ഇരയെ അയാൾക്കൊപ്പം കൈസർ അജൈബ് അവൻ്റെ ഒപ്പമുള്ള പ്രതിയ, ഒരു 14കാരിയാണ് ചെയ്തത്. അവൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നല്ലോ. മറ്റൊരുത്തനാണ് 30കാരനായിട്ടുള്ള കൈസർ അജൈബ്, മുഹമ്മദ് മഖ്മൂൽ. ഇവരും ചേർന്ന് 14കാരിയെ ബലാത്സംഗം ചെയ്യുവാണ്. 1999-നും 2002-നും ഇടയിലായിരുന്നു ഇതത്രയും സംഭവിച്ചത്. 3 വർഷം. ബലാത്സംഗം ചെയ്യപ്പെടുന്നത് തൻ്റെ തെറ്റുമൂലമാണ് എന്ന് ഈ ഹുസൈൻ പെൺകുട്ടിയോട് പറയുന്നു. നീ വെള്ളക്കാരിയായി ജനിച്ചതാണ് ഞാൻ നിന്നെ ബലാത്കാരം ചെയ്യാനുള്ള തെറ്റ് കാരണം. നിന്റെ തെറ്റാണ്, എൻ്റെ തെറ്റല്ല എന്ന് കോടതിയിൽ പ്രോസിക്യൂട്ടർ അത് വിവരിച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടിയുടെ വസ്ത്രധാരണമാണ് മറ്റൊരാളെ ആ രൂപത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നവനും. വെള്ളക്കാരി പെൺകുട്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ കാമം ശമിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഒരുത്തൻ. അവൾ ഇതർഹിക്കുന്നു എന്ന് 14കാരനായ സക്കീർ ഹുസൈൻ ഇരയോട് പറഞ്ഞു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. ഒരു 14കാരൻ ഇത് ചെയ്യാനും ഈ രൂപത്തിൽ കോടതിയിൽ വന്ന് ന്യായീകരിക്കാനും കഴിയുന്നത് അപാരമായ തൊലിക്കട്ടിയും മനക്കട്ടിയും, ഇത് രണ്ടിനുമുപരി ഒരു ആത്മവിശ്വാസവുമുണ്ട് ഇവന്. ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എന്തോ അവനൊരു ആത്മനിർവൃതിയാണ് അതുകൊണ്ട് ഇവന് കിട്ടുന്നത്. പല അശ്ലീല പദങ്ങളും പ്രയോഗിച്ചിട്ടായിരുന്നു
ഇവന്മാര് 3 പേരും ഇരയെ അഭിസംബോധന ചെയ്തിരുന്നത് എന്നും 8 സ്ത്രീകളും 4 പുരുഷന്മാരും അടങ്ങിയ ഒരു ജൂറിക്ക് മുമ്പാകെ പ്രോസിക്യൂട്ടർ നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണത് ബോധ്യപ്പെടുത്തുന്നത്. ചരിത്രത്തിൽ ഇടം പിടിച്ചേക്കാവുന്ന രീതിയിലുള്ള ക്രൂരമായ ബലാത്സംഗമാണ് 3 പ്രതികളും ഈ 14കാരിയോട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രോസിക്യൂട്ടർ വിചാരണയിലേക്ക് കടന്നത് തന്നെ. അങ്ങനെ റോഥർഹാമിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് 3 പേരും വിചാരണ നേരിട്ടത്. അതിൽ ഒരു പ്രതിയായിട്ടുള്ള 14കാരൻ സക്കീർ ഹുസൈൻ മറ്റൊരു പെൺകുട്ടിയെ കൂടി ബലാത്കാരം ചെയ്തതായി കേസിൽ ഉൾപ്പെടുത്തി. പ്രോസിക്യൂട്ടർ അതും ചൂണ്ടിക്കാണിച്ചു. ഇവന്റെ ഒരു ഹാബിറ്റാണിത്. പക്വത വരാത്ത, എളുപ്പം കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കൗമാരക്കാരിയായിരുന്നു ആദ്യത്തെ 14കാരിയായിട്ടുള്ള ഇര. റോഥർഹാം യൂത്ത് ക്ലബിലെ സ്ഥിരം സന്ദർശകയായിരുന്നു ആ പെൺകുട്ടി. ഏഷ്യൻ വംശജയായിട്ടുള്ള നിരവധി യുവാക്കളും ആ ക്ലബിൽ നിത്യ സന്ദർശകരായിരുന്നു. അവരിൽ ചിലരൊക്കെ പെൺകുട്ടിയുടെ പ്രായത്തിലുള്ള ആളുകളായിരുന്നെങ്കിലും മറ്റു ചിലർ അവളേക്കാൾ പ്രായം കൂടിയ ആളുകളായിരുന്നു. ക്ലബിൽ വെച്ച് ആദ്യം പരിചയപ്പെട്ട അജബാണ് ഈ പെൺകുട്ടിയെ ആദ്യം ലൈംഗികമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചത്. പെൺകുട്ടിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും 30 വയസ്സുകാരനായ ഇവൻ ആ പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്യുന്നു. ഇതൊരവസരമായി കണ്ട് പിന്നീട് അയാൾ നിരവധി തവണ ആ പെൺകുട്ടിയെ ആ രൂപത്തിൽ തന്നെ ഉപയോഗിച്ചു. പലപ്പോഴും പെൺകുട്ടിയുടെ എതിർപ്പിനെ വകവയ്ക്കാതെയായിരുന്നു അവൻ ചെയ്തത്. അന്ന് അവന് 18 വയസ്സ്. അജബ് അവളെ കീഴടക്കി. ഭയപ്പെടുത്തി ഇരയെ നിർബന്ധിക്കുക എന്നതായിരുന്നു പിന്നീട് അവൻ ചെയ്തത്. പിന്നീടാണ് മഹ്മൂദ് എന്ന വ്യക്തി ഈ പെണ്ണിനെ റോഥർഹാമിലെ ഒരു ശവപ്പറമ്പിൽ വെച്ച് ഇതേ രൂപത്തിൽ ഉപദ്രവിക്കുന്നത്. ഇരയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്നവർ മനസ്സിലാക്കി. ഇരയുടെ അമ്മ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി 4-5 ജോലികൾ വരെ ചെയ്ത് പണം സമ്പാദിക്കുവാണ്. പ്രോസിക്യൂട്ടർ കണ്ണീരോടുകൂടിയാണ് ഈ കഥ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പെൺകുട്ടിക്ക് ഇതെല്ലാം തുറന്നു പറയാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അമ്മ വേദനിക്കും. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയായിരുന്നു ഹുസൈൻ മറ്റൊരു പെൺകുട്ടിയെയും ഇതേ രൂപത്തിൽ വലയിലാക്കി ബലാത്കാരം ചെയ്തത്. മറ്റൊരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും സാന്നിധ്യത്തിലായിരുന്നു അയാൾ ഇത് ചെയ്തത് എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. പ്രതികൾ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ആദ്യം നിഷേധിച്ചെങ്കിലും പ്രോസിക്യൂട്ടർ കൃത്യമായ തെളിവുകൾ വച്ച് പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ സാധിച്ചില്ല. ഈ 14കാരുവരെ ഈ രൂപത്തിൽ വിരോധം വച്ച് പുലർത്തുന്നു. എന്തിന്റെ പേരിലാ? ആ പെൺകുട്ടിയുടെ വേഷം അങ്ങനെ കണ്ടപ്പോൾ ഉടനെ തന്നെ കീറി പിടിക്കാൻ തോന്നി എന്നതിലുപരി നീ ഒരു വെള്ളക്കാരിയാണ്, നിന്നെ എനിക്കു വേണ്ടിയാണ് ഈ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെയൊക്കെ മൈൻഡ് എന്താണ്? ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ഏത് രൂപത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇവരുടെ ഈ ലൈംഗിക വിദ്യാഭ്യാസം മദ്രസ തലങ്ങൾ മുതൽ തുടങ്ങുവാണ്. ഒരിക്കല് EP അബൂബക്കർ കാസിമി എന്ന് പറയുന്ന മതപുരോഹിതൻ ഒരു ക്ലാസ് നടത്തുകയാണ്. എന്താണ് അയാൾ പറഞ്ഞതെന്നറിയാമോ? ഇന്നലെ രാത്രി എൻ്റെ വാഹനം ഓടിച്ചത് വഴിമാറിപ്പോയി. മുന്നിലൂടെ ഓടിക്കേണ്ടുന്ന വാഹനം പിന്നിലൂടെ ഓടിച്ചു. എന്നിട്ട് ഉമർ നബിയോട് വന്ന് ചോദിച്ചു, നബിയെ, ഇന്നലെ രാത്രി വാഹനം എന്താണ്? ഭാര്യയാണ്. അപ്പോൾ ഭാര്യ എന്ന വാഹനത്തെ ഞാനൊന്ന് പുറകിലൂടെ ഉപയോഗിച്ചു പോയി, കുഴപ്പമുണ്ടോ എന്ന്. ഇതൊക്കെ പറഞ്ഞ് വിവരിച്ച് ഇയാൾക്ക് അങ്ങോട്ട് മതിയാകാതെ അപ്പോൾ ഇയാൾ പറയാ, ആ കൊച്ചിയർക്കം കണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്നേ, അവനിപ്പോൾ വിചാരിക്കുവാണ് ഇവനെയൊക്കെ പിടിച്ച് അട്ടി കൊടുക്കാൻ ആൾക്കാരുണ്ടാവണ്ടേ. അപ്പോൾ കുടുംബസമേതം ചെറിയ കുട്ടികൾ വരെ ഇരിക്കുന്ന സദസ്സിലാണ് ഇവർ ഈ സെക്സ് ക്ലാസുകൾ, കളി ക്ലാസുകൾ നടത്തുന്നത് എന്നർത്ഥം. വേറൊരുത്തൻ